പാലക്കാട്ടെ ട്രോളി വിവാദം പോഞ്ഞു നിൽക്കുക. വിവരമില്ലാത്ത കുറേ സഖാക്കളെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചവഴേ തീരുമാനിച്ചതാണ് ഇതിന്റെ ഗതി ഇത് തന്നെയായിരിക്കുമെന്ന്. മുൻ എം പി കൃഷ്ണദാസ് പറഞ്ഞതാണ് ശരി. രാഷ്ട്രീയം പറയടാ മക്കളെ എന്ന്. രാഷ്ട്രീയം പറയാനില്ലാത്തവനാണ് എതിർ ക്യാമ്പിൽ നിന്ന് സീറ്റ് കിട്ടാതെ ചാടി വരുന്നവനെ പൊക്കി സ്വന്തം സ്ഥാനാർത്ഥിയാക്കുന്നതും വല്ലവൻ്റെയും ട്രോളി വെക്കാൻ പോകുന്നതും അതും കഥയാക്കുന്നതും. അതെൻ്റെ അഭിപ്രായമല്ല, ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നതാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പണ്ട് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പറയുവാൻ രാഷ്ട്രീയമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് അവയ്ക്കാദികളുടെ പിന്നാലെ പരക്കം പായുന്നത്. EMS-ഉം EK നായനാരും VS അച്യുതാനന്ദനും ഒക്കെ വിശ്വസിച്ച് മത്സരിച്ചിരുന്ന സ്ഥലമാണ് പാലക്കാട്. സഖാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് പാലക്കാട് നഷ്ടപ്പെട്ടത്. നിങ്ങളിൽ ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞ് അച്ചാരം വാങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്ക് എളുപ്പമായിരുന്നു. ഏതായാലും ഇതെല്ലാം സ്വാധീനിക്കാൻ പോകുന്നത് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിനെയാണ്. ചേലക്കരയിലെങ്കിലും ജയിച്ചിരുന്നുവെങ്കിൽ CPM-ന് കളത്തിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂക്കും കുത്തി താഴെ കിടക്കുമ്പോഴാണ് അളിയനെയും ചേർത്ത് വെച്ചുള്ള ഈ പരീക്ഷണം. അവിടുത്തെ കൊള്ളാവുന്ന സഖാക്കളെല്ലാം ഇനി നാടുവിട്ടു പോയോ? ഒരു കാര്യം വ്യക്തമായി പറയാം, 2 മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സീറ്റും കോൺഗ്രസ് ജയിച്ചാൽ VD സതീശന് ഒരു അശ്വമേധം ജയിച്ച ചക്രവർത്തി പോലെയാകും. പാലക്കാടും വയനാടും ജയിച്ചാലും സതീശന് പിടിച്ചു നിൽക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചില കമ്മ്യൂണിസ്റ്റുകാർ ഈ ടൈപ്പ് കുട്ടികളികളെല്ലാം കളിച്ച് കിട്ടാവുന്ന സീറ്റ് കൂടി ഇല്ലാതാക്കുന്നത്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ VD സതീശൻ്റെ ചക്രവർത്തി യോഗം അതിവിദൂരത്തിലല്ല.